ഇന്ന് നമുക്ക് ജി.വി. പ്രകാശ് കുമാർ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കിങ്സ്റ്റൺ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? എക്സ്പ്ലനേഷനിലേക്ക് കടക്കും മുമ്പ് കഥയുടെ ചുരുക്കം എന്തെന്ന് നോക്കാം. 1982 കാലഘട്ടത്തില് തൂത്തുക്കുടിയിലെ തൂവത്തൂർ എന്ന കടലോര ഗ്രാമം. അവിടെയുള്ള ജനങ്ങൾ ആരും കടലിൽ പോകുവാനായിട്ട് പേടിക്കുന്നു. അതിന് കാരണം മീൻ പിടിക്കുവാനായിട്ട് കടലിലേക്ക് പോയ ആരും ജീവനോടെ തിരികെ വരത്തില്ല. അവരുടെ ശവശരീരമാണ് വരുന്നത്. അതിന് പിന്നിൽ അമാനുഷിക ശക്തികളുടെ സാന്നിധ്യമാണെന്ന് ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരും വിശ്വസിച്ചു. അതോടുകൂടി ഓരോരുത്തരും മരിക്കുന്നതിനാൽ സർക്കാർ ആണെങ്കിൽ കടലിലേക്ക് ഇനി ആരും പോകരുതെന്ന് ബോർഡും വെച്ചു. എന്നാൽ 43 വർഷങ്ങൾക്ക് ശേഷം കഥാനായകനായ കിങ് ആണെങ്കിൽ കടലിൽ എന്താണുള്ളതെന്നും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും അറിയുവാനായിട്ട് ആഗ്രഹം തോന്നി അവൻ കടലിലേക്ക് പോവുകയാണ്. കടലിൽ പോയി കഴിഞ്ഞാൽ മീൻ പിടിച്ചേ താൻ തിരികെ വരുമെന്നും കിങ് തീരുമാനിക്കുന്നു. കിങ് അങ്ങനെ കടലിലേക്ക് പോയോ? അവന് മീൻ പിടിച്ച് തിരികെ വരുവാനായിട്ടും പറ്റിയോ? കടലിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് തൂത്തുക്കുടിയിലെ തൂവത്തൂർ എന്ന കടലോര ഗ്രാമമാണ്. ആ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാവരും ഓരോരുത്തരായി മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനു പിന്നിൽ ഒരു അമാനുഷിക ശക്തിയാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. അതെന്തെന്നാൽ ആ ഗ്രാമത്തിൽ ബോസ് എന്നൊരാൾ ജീവിച്ചിരുന്നു. ഈ ബോസ് ആണെങ്കിൽ ആ ഗ്രാമവാസികളെല്ലാം ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു. അത്ര മോശപ്പെട്ട ഒരാളായിരുന്നു ഈ ബോസ്. അങ്ങനെ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ഈ ബോസിനെ അടിച്ചുകൊന്ന് ആ ഗ്രാമത്തിൽ തന്നെ കുഴിച്ചുമൂടി. അയാളുടെ പ്രേതാത്മാവാണ് ഇപ്പോൾ ഗ്രാമവാസികളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നതും ഓരോരുത്തരായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളെല്ലാം ചേർന്ന് ഒരു പള്ളിയിൽ അച്ഛനെ കൊണ്ടുവരും. അച്ഛനാണെങ്കിൽ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഗ്രാമത്തിലെ ഐതിഹ്യപ്രകാരം ആ ഗ്രാമത്തിൽ മരണപ്പെടുന്ന നല്ലവരായ ആളുകളെ എല്ലാവരെയും കടലിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യുകയാണ് പതിവ്. അതുപോലെ ഈ ബോസിനെ കൊണ്ടുവന്ന് അടക്കം ചെയ്യണം. എന്നാൽ ഈ ബോസ് നല്ലവനാണോ? അല്ല. ആ ഗ്രാമത്തിലെ ഐതിഹ്യപ്രകാരം ഗ്രാമത്തിൽ മരണപ്പെടുന്ന നല്ലവരായ ആളുകളെല്ലാം കടലിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യും. അപ്പോൾ കടലിലുള്ള മീനുകളെല്ലാം ശവത്തിനെ വണങ്ങുമെന്നൊക്കെയാണ് അവരുടെ ഐതിഹ്യം. എന്നാൽ ഈ ബോസിനെയും ഇപ്പോൾ കടലിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യണമെന്നാണ് പള്ളിയിലച്ഛൻ പറയുന്നത്. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. ഇപ്പോൾ ബോസിനെ നിലവിൽ അടക്കം ചെയ്തിരിക്കുന്നത് കരയിലാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രാമവാസികളെ എന്നും ബോസ് ജീവിക്കാനായി അനുവദിക്കാത്തതും. ഇനിയും അതുപോലെ തുടർന്നു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിനെ മൊത്തം നശിപ്പിക്കും ബോസ്. അതുകൊണ്ട് തന്നെ ബോസിന്റെ ശവപ്പെട്ടി തോണ്ടിയെടുത്ത് കടലിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യുക. പക്ഷെ കടലിൽ ബോസിനെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആരും കടലിലേക്ക് മീൻ പിടിക്കുവാനായും പോകാൻ പാടില്ല. ബോസിനെ കടലിൽ അടക്കം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കടലിലുള്ള മീനുകൾ വരെ നശിച്ചു പോകും. പിന്നെ കടലിൽ പോകുന്നവർക്കാർക്കും ഉയിരോടുകൂടി തിരികെ വരാനായും പറ്റത്തില്ല. അതുകൊണ്ട് ആരും പിന്നീട് കടലിൽ പോകരുത് എന്ന് പള്ളിയിലച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് ബോസിന്റെ ശവപ്പെട്ടിയും കൊണ്ട് എല്ലാവരും കടലിലേക്ക് പോകുന്നതും. മന്ത്രങ്ങളൊക്കെ ചെയ്താണ് ബോസിന്റെ ശവപ്പെട്ടി കടലിലടക്കം ചെയ്തതും. അപ്പോഴും പ്രത്യേകം ഫാദർ പറയുന്നുണ്ട്, ഈ ഗ്രാമത്തിലുള്ള ആരും ഇനി കടലിലേക്ക് പോകുവാനായി പാടില്ല. മീൻ പിടിക്കാം എന്നൊരു കാര്യം എല്ലാവരും മറന്നേക്കണം എന്നും പ്രത്യേകം ഫാദർ പറയുന്നുണ്ട്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്തു നോക്കാനായിട്ട് മനസ്സുള്ള കുറച്ചു പേര് എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ. അതുപോലെ ഒരു ടീം ദേ ഈ ഗ്രാമത്തിലും ഉണ്ടായിരുന്നു. ഫാദർ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം അവർക്ക് ചെയ്തു നോക്കാനായിട്ട് ആഗ്രഹം. ഫാദർ പറയുന്നത് ശരിയാണെന്ന് നമുക്കൊന്ന് കടലിൽ പോയി നോക്കിയാലോ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് രാത്രിക്ക് രാത്രി കുറച്ചു പേരാണെങ്കിൽ കടലിലേക്കും പോയി. എന്നാൽ അടുത്ത ദിവസം അവരുടെ ശവശരീരമാണ് കരയിലടിഞ്ഞതും. അതോടുകൂടി ഫാദർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വിശ്വാസമായി. ഇനി ഒരിക്കലും കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഗ്രാമവാസികൾക്ക് മനസ്സിലായി. മാത്രമല്ല സർക്കാരാണെങ്കിൽ കടലിൽ വേലിയും വെച്ചിട്ട് ഇനി ആരും അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ബോർഡും വെച്ചു. അതോടുകൂടി തൂവത്തൂർ ഗ്രാമത്തിലുള്ള ആർക്കും കടലിലേക്ക് പോകാൻ പറ്റാതായി. അടുത്തുള്ള ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ നിന്നും കടലിൽ പോകാമെന്ന് തീരുമാനിച്ച് ചെല്ലുമ്പോഴോ ആ ഗ്രാമവാസികൾ ആരും തൂവത്തൂർ ഗ്രാമത്തിലുള്ളവരെ അടുപ്പിക്കുന്നതേയില്ല. അത് കാരണം ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കൂലിപ്പണിയൊക്കെ ചെയ്ത് ആ ഗ്രാമവാസികൾ ജീവിക്കുവാനായി തുടങ്ങി. അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി. 2009 കാലഘട്ടം. തൂവത്തൂരിൽ നിന്നും കടലിലേക്ക് പോയി മരണപ്പെട്ട ഒരാളുടെ മകനുണ്ട്, കിങ്. ഈ കിങ് ആണ് കഥാനായകൻ. കുഞ്ഞായിരുന്ന കിങ് ആണെങ്കിൽ അവന്റെ മുത്തശ്ശനോട് കടലിൽ പോയാൽ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന സമയത്ത് ആ കടലിലേക്ക് ആർക്കും പോകുവാനായി പറ്റത്തില്ല, അവിടെ പോയവരാരും ജീവനോടെ തിരികെ വന്നിട്ടില്ല എന്നും മുത്തശ്ശൻ കഥ പറഞ്ഞു കൊടുക്കുന്നു. കടലിലേക്ക് ആരും പോകുവാൻ പാടില്ല എന്നുള്ള കാര്യം കുഞ്ഞിലെ തന്നെ പറഞ്ഞാണ് കിങ്ങിനെ മുത്തശ്ശൻ വളർത്തുന്നതും. മുത്തശ്ശനാണെങ്കിൽ കടലിലെ കഥകളെല്ലാം കിങ്ങിന് പറഞ്ഞു കൊടുത്തല്ലോ. എന്നാലും കിങ്ങിന്റെ മനസ്സിലാണെങ്കിൽ കടലിനുള്ളിൽ എന്താണുള്ളത്? ഇങ്ങനെ പോകുന്നവരെല്ലാം മരണപ്പെട്ട് തിരിച്ചു വരാനായിട്ട് തന്റെ അച്ഛനും മരിച്ചാണ് തിരികെ വന്നതും.
അപ്പോൾ കടലിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്, അതെന്താണെന്ന് കണ്ടെത്തണമെന്ന ആഗ്രഹവും കിങ്ങിനുണ്ടാകുന്നു. വളർന്നു വലുതായി കഴിയുമ്പോൾ സ്വന്തമായി ഒരു ബോട്ട് വാങ്ങണം, എന്നിട്ട് കടലിലേക്ക് ഇറങ്ങണം എന്നാണ് കിങ്ങിന്റെ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ടാണ് അവൻ കഷ്ടപ്പെടുന്നതും. അതിനുശേഷം കാണിക്കുന്നത് 2025 കാലഘട്ടം. കടലോര ഗ്രാമങ്ങളെല്ലാം തന്റെ കൺട്രോൾ വെച്ചിരിക്കുന്ന പേര് കേട്ടൊരു ഗുണ്ടയുണ്ട്, തോമസ്. തോമസിന്റെ അറിവോട് കൂടിയല്ലാതെ കടലിൽ ഒരുവിധ കൈമാറ്റ പരിപാടികളും നടക്കത്തില്ല. അത്രയ്ക്കും പിടിപാടുള്ള ഒരാളാണ് തോമസ്. തോമസിന് കള്ളു കച്ചവടമൊക്കെയുണ്ട്. തോമസിന്റെ കൂലി തൊഴിലാളിയായിട്ടാണ് കിങ് വർക്ക് ചെയ്യുന്നതും. കിങ്ങിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നാൽ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിക്കണം, എന്നിട്ട് സ്വന്തമായി ബോട്ട് വാങ്ങണം, കടലിലേക്കും പോകണം. അതാണ് കിങ്ങിന്റെ ആഗ്രഹവും. കിങ്ങിന് എന്തിനും കൂട്ടായിട്ട് അവന് 2 കൂട്ടുകാരുമുണ്ട്. തോമസ് എന്ത് പറഞ്ഞാലും അതെല്ലാം അനുസരിക്കുന്ന ഒരു നല്ല തൊഴിലാളിയാണ് ഈ കിങ്. കാരണം അവൻ എങ്ങനെയെങ്കിലും കാശ് സമ്പാദിക്കണം, അത് തന്നെയാണല്ലോ ആഗ്രഹം. അതുകൊണ്ട് തോമസ് പറയുന്ന എല്ലാ കാര്യങ്ങളും കിങ് നോ പറയാതെ ചെയ്യും. ഒരിക്കൽ ആ ഗ്രാമത്തിലുള്ള ഒരാൾ മരണപ്പെട്ടു. അയാളുടെ വീട്ടിൽ കൊടുക്കുവാനായിട്ട് തോമസ് കുറച്ച് കാശ് കിങ്ങിന്റെ കയ്യിൽ കൊടുത്തുവിടും. എന്നാൽ ആ കാശ് പകുതി കിങ് എടുത്തിട്ട് പകുതി മാത്രമാണ് വീട്ടുകാർക്ക് കൊടുത്തതും. ആ കാര്യം നായികയായ റോസ് കാണുന്നു. ഈ റോസിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാകുന്നതേയില്ല. ഈ റോസും കിങ്ങും കുഞ്ഞുനാൾ മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. വലുതായപ്പോൾ ഇവർ രണ്ടുപേരും പ്രണയത്തിലുമായി. എന്നാൽ ഈ കിങ്ങിന്റെ പ്രവൃത്തികളൊന്നും റോസിനൊട്ടും ഇഷ്ടമേയല്ല. തോമസിന്റെ സ്മഗ്ലിംഗ് പരിപാടികൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നതും കിങ് തന്നെയാണ്. റോസ് എത്ര വഴക്ക് പറഞ്ഞാലും കിങ് അത് മൈൻഡ് ചെയ്യത്തേയില്ല. അവന്റെ മനസ്സിൽ വേറെ വേറെ ആഗ്രഹങ്ങളാണ്. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിക്കുക, സ്വന്തമായൊരു ബോട്ട് വാങ്ങുക, കടലിൽ പോവുക, കടലിൽ എന്താണുള്ളതെന്ന് കണ്ടുപിടിക്കുക. ഇത് തന്നെയാണ് കിങ്ങിന്റെ ലക്ഷ്യവും. അങ്ങനെ ഇരിക്കെ കിങ്ങിനടുത്ത് ബെഞ്ചമിൻ എന്നൊരു പയ്യൻ എത്തുകയാണ്. തന്നെ കൂടി അവർ ചെയ്യുന്ന ജോലിക്ക് കൂടെ കൂട്ടുമോ, എനിക്കും കുറച്ച് കാശ് വേണമെന്നും അവൻ പറയുന്നു. ഈ ബെഞ്ചമിൻ ആരെന്നാൽ ഇതുപോലെ കടലിൽ പോയി മരണപ്പെട്ട ഒരാളുടെ മകനാണ്. അവന്റെ ആഗ്രഹവും എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിക്കുക, എന്നിട്ടൊരു ബോട്ട് വാങ്ങിയിട്ട് കടലിൽ പോവുക, ആ കടലിൽ എന്താണുള്ളതെന്ന് അറിയണം, എന്നിട്ട് അവിടെ നിന്ന് മീൻ പിടിക്കണം എന്നൊക്കെയാണ് അവന്റെ ആഗ്രഹവും. ബെഞ്ചമിനെ കിങ് കൂടെ ചേർക്കുകയും ചെയ്തു. രണ്ടുപേരും ചേർന്നാണ് തോമസ് പറയുന്ന ആ ഒരു സ്മഗ്ലിംഗ് പരിപാടികൾക്കൊക്കെ കടലിലേക്ക് പോകുന്നത്. തോമസ് യഥാർത്ഥത്തിൽ കടലിൽ എന്താണ് ചെയ്യുന്നതെന്നാൽ കടലട്ടയെ പിടികൂടി ശ്രീലങ്കയിലേക്ക് കടത്തുക, എന്നിട്ട് ഒരുപാട് കാശ് വാങ്ങുക. ഇത് തന്നെയാണ് തോമസ് ചെയ്യുന്നതും. യഥാർത്ഥത്തിൽ സർക്കാർ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ബാൻ ചെയ്ത കാര്യമാണ്. ഇല്ലീഗലായിട്ടാണ് തോമസ് ഇത് ചെയ്യുന്നതും. ഈ കാര്യം പുറത്താർക്കും അറിയത്തുമില്ല. ഇത് കഴിഞ്ഞാൽ ഒരുപാട് കാശ് തോമസിന്റെ കൈവശം വരും. അതുകൊണ്ട് തന്നെയാണ് ഇല്ലീഗലായിട്ട് തോമസ് ഈ കാര്യം ചെയ്യുന്നതും. കിങ് ആണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തോമസിനൊപ്പം കൂട്ടുനിൽക്കുന്നതും. ഒരിക്കൽ കടലിലേക്ക് പോകുന്ന സമയത്ത് ബെഞ്ചമിനും കൂടെ ചേരുകയാണ്. എന്നാൽ ബെഞ്ചമിൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം കേട്ട് കിങ് തന്നെ ഞെട്ടിപ്പോകും. ബുദ്ധിപൂർവ്വമാണ് ബെഞ്ചമിൻ ആ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതും. എന്നത്തെയും പോലെ തന്നെ ശ്രീലങ്കയിൽ നിന്ന് വന്ന ബോട്ടിലേക്ക് സാധനങ്ങൾ ഇറക്കി വെക്കുകയായിരുന്നു കിങ്ങും ബെഞ്ചമിനും. അപ്പോൾ ബെഞ്ചമിൻ ആണെങ്കിൽ ഒരു കാര്യം കിങ്ങിനോട് പറയും. അണ്ണാ, എനിക്കൊരു സംശയം. ഇതിൽ കടലട്ടയല്ല കടത്തുന്നതെന്നാ തോന്നുന്നത്. കടലട്ടയ്ക്കാണെങ്കിൽ ഇത്രയും വെയിറ്റ് വരത്തില്ലല്ലോ. ഇതിൽ 8 ബോക്സ് ഉണ്ട്. ഇതിൽ 8 ബോക്സിൽ ലാസ്റ്റത്തെ 2 ബോക്സിൽ മാത്രം നല്ല വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ കടലട്ടയെ കൂടാതെ വേറെന്തോ ഉണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന കിങ് ആണെങ്കിൽ തോമസിന്റെ ഈ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടണ്ട, അണ്ണൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറയുമ്പോഴും ബെഞ്ചമിൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അത് കേട്ട് ദേഷ്യം വന്ന കിങ് ആണെങ്കിൽ ബെഞ്ചമിനെ തല്ലും. അപ്പോൾ ബെഞ്ചമിൻ പറയുന്നത്, ചേട്ടാ, നിങ്ങൾ എന്നെ തല്ലിയാലും കുഴപ്പമില്ല, ഇതിലെന്താണെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൽ വേറെന്തോ ഉണ്ടെന്നും ബെഞ്ചമിൻ ഉറച്ചു നിന്നു. എന്നാലും അത് കേൾക്കുവാനായിട്ട് കിങ് കൂട്ടാക്കുന്നതേയില്ല. ശ്രീലങ്കയിൽ നിന്ന് വന്ന ബോട്ടിലേക്ക് സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചു. പറഞ്ഞതുപോലെ തന്നെ 2 ബോക്സിൽ നല്ല വെയിറ്റ് ആയിരുന്നു. അതേസമയം തന്നെ ശ്രീലങ്കയിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡ് അവിടേക്ക് വരികയും വെടിവെപ്പ് ആരംഭിക്കുകയും ചെയ്തു. മറ്റേ ബോട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. എന്നാൽ കിങ്ങും കൂട്ടരും ഉണ്ടായിരുന്ന ബോട്ടാണെങ്കിൽ അവിടെ പെട്ടുപോവുകയാണ്. ആ പയ്യനായ ബെഞ്ചമിനും അതിലുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ബെഞ്ചമിനെയും കൂട്ടി രക്ഷപ്പെടുവാനായിട്ടും കിങ് തീരുമാനിക്കും. എന്നാൽ കോസ്റ്റ് ഗാർഡിന്റെ വെടിവെപ്പിലാണെങ്കിൽ ബെഞ്ചമിനും വെടികൊണ്ടു. ബെഞ്ചമിനെയും കൊണ്ട് കടലിലേക്ക് ചാടുകയാണ് കിങ്. കരയിൽ കൊണ്ടുവന്ന് അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമെന്ന് തീരുമാനിച്ചു നോക്കിയപ്പോൾ ആ സമയത്തേക്കും ബെഞ്ചമിൻ മരണപ്പെട്ടിരുന്നു. ബെഞ്ചമിന്റെ മരണം കിങ്ങിനെ വല്ലാതെ ബാധിച്ചു. ബെഞ്ചമിൻ മരിക്കുന്നതിന് മുൻപ് എന്ത് കാര്യമാണ് കിങ്ങിനോട് പറഞ്ഞിരുന്നത്? ലാസ്റ്റത്തെ 2 ബോക്സിൽ എന്താണ്, കടലട്ടയെ കൂടാതെ വേറെ എന്തോ ഉണ്ട്, അതിന് വെയിറ്റ് കൂടുതലാണ് എന്നല്ലേ? അതുകൊണ്ട് ബെഞ്ചമിൻ പറഞ്ഞ അതേ 2 ബോക്സിൽ എന്താണെന്ന് കണ്ടെത്തുവാനായിട്ടും കിങ് തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ വെയിറ്റ് കുറഞ്ഞ ലാസ്റ്റത്തെ 2 ബോക്സ് തുറന്നു നോക്കിയപ്പോൾ കടലട്ടയെ കൂടാതെ അതിനുള്ളിലായിട്ട് മയക്കുമരുന്ന് വെച്ച് കടത്തുകയാണ് ചെയ്യുന്നതും. അക്കാര്യം കിങ് കണ്ടുപിടിച്ചു.
പിന്നീട് കാണിക്കുന്നത് ബെഞ്ചമിന്റെ അച്ഛന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചെന്നാണ്. ഈ കിങ്ങിനെ പോലെ തന്നെ തോമസിന്റെ കൂടെ നിന്ന് ജോലി ചെയ്ത ആളായിരുന്നു ബെഞ്ചമിന്റെ അച്ഛനും. തോമസ് സ്മഗ്ലിംഗ് ചെയ്യുന്നതിൽ എന്തൊക്കെയോ സംശയം ബെഞ്ചമിന്റെ അച്ഛനുണ്ടാകുന്നു. എന്താണ് ആ ഒരു ബോക്സിലെന്ന് അറിയുവാനായിട്ട് ബെഞ്ചമിന്റെ അച്ഛനാണെങ്കിൽ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ കടലട്ടയെ കൂടാതെ അതിനുള്ളിൽ മയക്കുമരുന്ന് വെച്ച് കടത്തുന്ന കാര്യം ബെഞ്ചമിന്റെ അച്ഛൻ കണ്ടുപിടിച്ചു. ആ കാര്യം തോമസിനോട് പോയി ചോദിക്കും. അങ്ങനെ ആകെ പ്രശ്നമായി. തോമസിന്റെ കള്ളത്തരങ്ങളെല്ലാം ബെഞ്ചമിന്റെ അച്ഛൻ കണ്ടുപിടിച്ചുവെന്ന് മനസ്സിലാക്കി തോമസ് ആണെങ്കിൽ ബെഞ്ചമിന്റെ അച്ഛനെ കൊന്ന് കടലിലെറിഞ്ഞു. അങ്ങനെയാണ് ബെഞ്ചമിന്റെ അച്ഛൻ മരണപ്പെട്ടതും. ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കിങ് അറിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ആ ഒരു ബോക്സിനുള്ളിലായിട്ട് മയക്കുമരുന്ന് കടത്തുന്ന കാര്യം കിങ് അറിഞ്ഞല്ലോ. രണ്ട് സത്യങ്ങളും മനസ്സിലാക്കി കിങ് ഉടനെ തന്നെ തോമസിനടുത്തെത്തും. നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ഇനി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് നിങ്ങൾ ഈ ഒരു പരിപാടി കാണിക്കുവാനായും പാടില്ല. ഇനി നിങ്ങളോടൊപ്പം ചേർന്ന് നമ്മുടെ ഗ്രാമത്തിലുള്ള മറ്റുള്ള ആർക്കും ജീവൻ നഷ്ടമാകുവാനായും പാടില്ല. അതുകൊണ്ട് ഇതോടുകൂടി ഇത് അവസാനിപ്പിച്ചോളണം. എന്റെ ഗ്രാമത്തിൽ നിന്ന് ഒരാളും നിങ്ങളുടെ കീഴിൽ ഇനി ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞ് തോമസിനോട് ബഹളം ഉണ്ടാക്കിയിട്ടാണ് കിങ് അവിടെ നിന്ന് പോകുന്നതും. കിങ് നേരെ എത്തിയത് ബെഞ്ചമിന്റെ വീട്ടിലേക്കായിരുന്നു. ബെഞ്ചമിന്റെ അമ്മയാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലിരിക്കുകയാണ്. കിങ്ങിനോട് പറയുന്നത്, നിന്നെ വിശ്വസിച്ചല്ലേടാ ഞാൻ എന്റെ മകനെ നിന്നോടൊപ്പം വിട്ടത്, എന്നിട്ടിപ്പോൾ അവൻ ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞാണ് അമ്മ കരയുന്നതും. അതെല്ലാം കേൾക്കുന്ന കിങ്ങിന് വല്ലാത്ത സങ്കടമാകുന്നു. സങ്കടം സഹിക്കാനാകാതെ മുത്തശ്ശനൊപ്പം ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു കിങ്. കിങ് പറയുന്നത്, തോമസിന്റെ അടിമകളായി ജീവിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. ബെഞ്ചമിൻ മരണപ്പെട്ടതും കടലിൽ പോയി ജീവിക്കുവാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലല്ലോ. നാളെ ഞാൻ ഉറപ്പായും കടലിൽ പോകുമെന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിൽ കിങ്ങിനെ തടയും. എന്നിട്ട് ഒരു കഥയാണെങ്കിൽ കിങ്ങിന് പറഞ്ഞു കൊടുക്കുന്നു. 1982 കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യമാണ് പറയുന്നതും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സോളമൻ എന്നൊരു തലവൻ ജീവിച്ചിരുന്നു. അതും നാടിന് നല്ലതൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു സോളമൻ. സോളമന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ബോസ്. പട്ടാളത്തിൽ നിന്നും വിരമിച്ചു വന്ന ആളാണ് ഈ ബോസും. എന്നാൽ അവരുടെ ഗ്രാമത്തിലാണെങ്കിൽ ആഴക്കടലിലേക്ക് പോകുന്ന ആരും ജീവനോട് കൂടി തിരികെ വരുന്നില്ല. അതുകൊണ്ട് കടലിൽ എന്തൊക്കെയോ അമാനുഷിക ശക്തികളുണ്ട്. അതുകൊണ്ടാണ് പോകുന്നവരാരും തിരികെ വരാത്തത് എന്നുള്ള കാര്യം അവിടെ മാകെ വ്യാപിച്ചു. അതുകൊണ്ട് തന്നെ സോളമൻ ആണെങ്കിൽ ബോസിനോട് ഈ കാര്യം ഡിസ്കസ് ചെയ്യും. അപ്പോൾ ബോസ് പറയുന്നത്, എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, അന്തോണി. അന്തോണിയാണെങ്കിൽ ആഴക്കടലിലേക്ക് പോകുവാനായിട്ട് എക്സ്പെർട്ടാണ്. അവന് വിവരം അറിയിക്കാമെന്നും ബോസ് പറഞ്ഞു. അങ്ങനെ അന്തോണിയെ വിവരം അറിയിക്കും. അടുത്ത ദിവസം തന്നെ അന്തോണി എത്തുകയാണ്. അന്തോണിയാണെങ്കിൽ ആഴക്കടലിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ തിരികെ വന്നത് അന്തോണിയുടെ ജീവനില്ലാത്ത ശവശരീരമായിരുന്നു. അതോടുകൂടി ആ നാട്ടിൽ വ്യാപിച്ച അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും വിശ്വസിക്കുവാനായി ആരംഭിച്ചു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ബോസും സോളമനും വിശ്വസിക്കത്തില്ല. എന്നാൽ അടുത്ത ദിവസം ഗ്രാമത്തലവനായ സോളമൻ ഗ്രാമവാസികളെയെല്ലാം ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത പറയുകയാണ്. എന്തെന്നാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആഴക്കടലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവനോടെയല്ലോ തിരികെ വരുന്നത്. അതിന് പിന്നിൽ ബോസാണ്. ബോസിന്റെ അടങ്ങാത്ത അത്യാഗ്രഹമാണ് ഇതിനെല്ലാം കാരണമെന്നും സോളമൻ പറയുന്നു. എന്തെന്നാൽ ഈ ആഴക്കടലിൽ സ്വർണമുണ്ട്. അതെടുക്കുവാനായിട്ട് കടലിൽ പോകുന്ന ആളുകളെല്ലാം ബോസ് വിരട്ടുമായിരുന്നു. അങ്ങനെ വിരട്ടി കടലിലേക്ക് ഇറക്കുന്ന സമയത്താണ് അവരെല്ലാവരും അവിടെ വെച്ച് മരണപ്പെടുന്നതും. ബോസിന്റെ അത്യാഗ്രഹം കാരണമാണ് ഗ്രാമവാസികൾ എല്ലാവരും മരണപ്പെടുന്നത്. ആ സത്യമെല്ലാം മനസ്സിലാക്കിയ ഗ്രാമവാസികളാണെങ്കിൽ ബോസിനെ അടിച്ചു കൊന്നു. ബോസിനെ ആ ഗ്രാമത്തിൽ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. ബോസിനെ അടക്കം ചെയ്തതിനു ശേഷം ആ ഒരു ഗ്രാമത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായും തുടങ്ങി. മാത്രവുമല്ല ഒരുപാട് പേർ മരണപ്പെടുവാനായും തുടങ്ങി. ബോസിനെ അടക്കം ചെയ്ത സമയത്ത് ബോസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടുവന്ന സ്വർണങ്ങളെല്ലാം കൂടി ആ ഒരു ശവപ്പെട്ടിക്കുള്ളിലാക്കിയിട്ടാണ് അടക്കം ചെയ്യുവാനായി കൊണ്ടുപോകുന്നതും. ബോസിന്റെ ശവപ്പെട്ടി കടലിൽ അടക്കം ചെയ്യുവാനായി കൊണ്ടുപോകുന്ന സമയം തന്നെ കൂട്ടത്തിലുണ്ടായിരുന്നവരും മരണപ്പെട്ടു. അതോടുകൂടി ബോസിന്റെ ആത്മാവാണ് ഇതിനു പിന്നിലെല്ലാമെന്നും ഗ്രാമവാസികൾ വിശ്വസിക്കുവാനായും തുടങ്ങി. അതിനുശേഷമാണ് ആരും കടലിലേക്ക് പോകാതായതും എന്നുള്ള കഥയാണെങ്കിൽ മുത്തശ്ശൻ കിങ്ങിനോട് പറയുന്നു. എന്നാൽ ആ കഥകളെല്ലാം കേട്ടിട്ട് പോലും കിങ് പറയുന്നത്, ഇനി എന്ത് കഥകൾ പറഞ്ഞാലും നാളെ ഞാൻ കടലിൽ പോകും, മീൻ പിടിച്ചിട്ട് തിരികെ വരുമെന്നും കിങ് പറയുന്നു. എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ നായികയായ റോസിന്റെ വീട്ടിലേക്ക് കുറച്ച് ഗുണ്ടകൾ കടന്നു വരികയാണ്. എന്നിട്ട് അവരാണെങ്കിൽ റോസിനെ കടത്തിക്കൊണ്ടു പോകുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ റോസ് കാണുന്നത് അവളെ കുറച്ചു പേർ ചേർന്ന് ഒരു ബോട്ടിൽ കെട്ടിവെച്ചിരിക്കുന്നതാണ്. മാത്രമല്ല അവളെ എത്രയും പെട്ടെന്ന് തന്നെ കടലിലേക്ക് ഉപേക്ഷിക്കുവാനുള്ള പ്ലാനാണ് അവരുടേതെന്നും റോസിന് മനസ്സിലായി. അതേസമയം തന്നെയായിരുന്നു റോസിനെ രക്ഷിക്കുവാനായിട്ട് കിങ് അവിടേക്ക് വന്നതും. ആ ഗുണ്ടകളെ എല്ലാം പിടിച്ച് കിങ് അടിക്കും. എന്നിട്ട് ആരാണിതിന് പിന്നിലെന്ന് ചോദിക്കുന്ന സമയത്താണ് അവരൊരു സത്യം തുറന്നു പറഞ്ഞത്. റോസിനെ കടത്തിയതിന് പിന്നിൽ തോമസ് ആണ്.
തോമസും കൂട്ടനും സ്മഗ്ലിങ്ങിന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കടലിൽ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കണം എന്നുള്ളൊരു ചടങ്ങ് അവർക്കുണ്ട്. അതും വിവാഹം കഴിയാത്ത കന്യകയായ പെൺകുട്ടിയെ. ആ ഗുണ്ടകളിൽ നിന്നും സത്യമെല്ലാം അറിഞ്ഞ കിങ്ങിനൊരു കാര്യം മനസ്സിലായി. ഗ്രാമത്തിൽ നിന്നും കല്യാണം കഴിയാത്ത കന്യകരായിട്ടുള്ള പെൺകുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് കാണാതാകുന്നുണ്ട്. അതിന് പിന്നിൽ ഈ തോമസ് തന്നെയാണ് എന്നുള്ള സത്യം കിങ്ങിനിപ്പോൾ മനസ്സിലായല്ലോ. ഉടനെ തന്നെ കിങ് ഈ കാര്യമെല്ലാം ഗ്രാമവാസികളെ അറിയിക്കും. കൂടാതെ കിങ് ഗ്രാമവാസികളോട് പറയുന്നുണ്ട്, നാളെ ഞാൻ എന്തായാലും കടലിലേക്ക് പോകും, മീനും പിടിച്ചുകൊണ്ട് മാത്രമേ തിരികെ വരൂ എന്നും പറയുന്നു. എന്നാൽ ഈ കിങ്ങിന് ബോട്ടില്ലല്ലോ. തോമസിന്റെ ബോട്ടും എടുത്തുകൊണ്ടാണ് കിങ് കടലിലേക്ക് പോകുന്നതും. വിവരമറിഞ്ഞ തോമസിന്റെ ആളുകളാണെങ്കിൽ തോമസിനോട് ആ കാര്യം പറയുവാനായി ചെല്ലും. എന്നാൽ ഫോൺ വിളിച്ചിട്ട് തോമസിനെ കിട്ടുന്നതുമില്ല. തോമസ് എവിടെ എന്നാൽ തോമസിനെ അടിച്ച് ബോധം കെടുത്തി കിങ് പോകുന്ന ബോട്ടിൽ തന്നെ കിങ് തോമസിനെ കൊണ്ടുപോവുകയാണ്. കിങ്ങിനൊപ്പം അവന്റെ 2 കൂട്ടുകാരും കടലിൽ പോകുവാനായിട്ട് കൂട്ടുണ്ട്. കുറെ നേരം കഴിഞ്ഞ സമയത്ത് അകത്തു നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. പോയി നോക്കിയപ്പോൾ അവിടെയുള്ളത് റോസാണ്. റോസും അവരോടൊപ്പം പോകുവാനായിട്ടാണ് ബോട്ടിൽ കയറിയിരിക്കുന്നതും. അങ്ങനെ അവർ 4 പേരും കടലിലേക്ക് യാത്രയായി. കുറെ ദൂരം ചെന്നു. അങ്ങനെ ഉൾക്കടലിലെത്തുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ അമാനുഷിക പ്രവൃത്തികളൊക്കെ അവർക്ക് ഫീൽ ചെയ്യുവാനായും തുടങ്ങി. മാത്രമല്ല ബോട്ടിലാണെങ്കിൽ ഒരു റാന്തലുണ്ടായിരുന്നു. തിരമാലകൾ കൂടി വന്നതോടുകൂടി ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചായുവാനായിട്ടൊക്കെ തുടങ്ങി. റാന്തലാണെങ്കിൽ തറയിൽ വീണ് പൊട്ടി. കിങ്ങിന് അവന്റെ മുത്തശ്ശൻ കൊടുത്ത റാന്തലായിരുന്നു അത്. എന്നാൽ അവിടേക്ക് നടന്നു പോയ കിങ്ങിന്റെ കാലിലാണെങ്കിൽ ആ റാന്തലിന്റെ ചില്ല് തറച്ച് കാലിൽ മുറിവുണ്ടാവുകയും ചെയ്തു. കിങ് ആണെങ്കിൽ രക്തം പറ്റിയ ചില്ലും റാന്തലിന്റെ ഭാഗങ്ങളും എല്ലാം പറക്കി കടലിലേക്കും കളഞ്ഞു. അതേസമയം തന്നെ കടലിൽ വല്ലാതെ തിരയടിക്കുവാനായും തുടങ്ങി. ബോട്ടിന് മുന്നോട്ട് സഞ്ചരിക്കുവാനായിട്ടും വളരെ പാടായിരുന്നു. അമാനുഷിക പ്രവൃത്തികളൊക്കെ അവർക്ക് ഫീൽ ചെയ്യുവാനായും തുടങ്ങിയല്ലോ. മാത്രവുമല്ല കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ബോട്ടിന് ചുറ്റുമായിട്ട് കുറെ തലയോടുകളൊക്കെ വരികയാണ്. ആരുടെയൊക്കെ അസ്ഥികൂടങ്ങൾ. അതെല്ലാം കണ്ട് കിങ്ങിനും കൂട്ടുകാർക്കും പേടിയാകുവാനായും തുടങ്ങി. കൂട്ടുകാർ പറയുന്നത് ഇനി മുന്നോട്ട് പോയാൽ ശരിയാകില്ല, നമുക്ക് കരയിലേക്ക് പോകാമെന്നാണ് കൂട്ടുകാർ പറഞ്ഞതും. എന്നാൽ അതൊന്നും കേൾക്കുവാനായിട്ട് കിങ് കൂട്ടാക്കുന്നില്ല. എന്തായാലും നമ്മൾ ചത്തൊന്നും പോയില്ലല്ലോ, ജീവനോടെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും എന്തിനാ വന്നത്? മീൻ പിടിക്കുവാൻ. മീൻ പിടിച്ചിട്ട് തന്നെ നമ്മൾ കരയിലേക്ക് പോകുമെന്ന് തീരുമാനിച്ച് വീണ്ടും മുന്നോട്ട് യാത്രയായി. അപ്പോഴാണെങ്കിൽ ബോട്ടിനുള്ളിൽ നിന്നും ഒരു തലയോട് കിട്ടുകയാണ്. ആ തലയോടിൽ മുഴുവൻ രക്തവും. അവർ വല്ലാതെ പേടിക്കുവാനായും തുടങ്ങി. ബോട്ടിനെ മുക്കും വിധം ശക്തമായ തിരമാലകൾ അടിച്ചു. എന്നാൽ ഉടനെ തന്നെ ആ ബോട്ടിനുള്ളിലായിട്ട് കുറെ പെൺകുട്ടികളുടെ പ്രേതത്തെ അവർ കാണുകയാണ്. അത് കണ്ട് എല്ലാവരും വല്ലാതെ പേടിക്കുവാനായും തുടങ്ങി. ആ പെൺകുട്ടികളുടെ പ്രേതം എന്തെന്നാൽ ഈ തോമസ് ആണെങ്കിൽ പെൺകുട്ടികളെയൊക്കെ കടലിൽ കൊണ്ടുവന്ന് ബലി കൊടുക്കത്തില്ലേ, ആ പെൺകുട്ടികളുടെ പ്രേതമാണ് ഇപ്പോൾ ദേ ബോട്ടിനുള്ളിലായിട്ടുള്ളതും. അതെല്ലാം കണ്ട് കിങ്ങിനും കൂട്ടുകാർക്കും വല്ലാതെ പേടിയാകും. ഈ മരിച്ചുപോയ പെൺകുട്ടികളുടെ ആത്മാക്കളായിരിക്കുമോ കടലിനെ സംരക്ഷിക്കുന്നത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. ഒരു സൈഡിലാണെങ്കിൽ പ്രേതങ്ങളുടെ ശല്യവും, മറ്റൊരു സൈഡിലാണെങ്കിൽ കിങ്ങിന്റെ ബോട്ടും റിപ്പയർ ആയി പോവുകയാണ്. നങ്കൂരത്തിൽ വല കുടുങ്ങിയിരിക്കുന്നു. ആ വല എടുക്കുവാനായിട്ട് അവൻ കടലിലേക്ക് ചാടും. എന്നിട്ട് പൊങ്ങി വരുന്ന സമയത്ത് അവൻ കാണുന്നത് അവന്റെ മുത്തശ്ശന്റെ ഡെഡ് ബോഡിയാണ്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചെന്നാൽ മുത്തശ്ശനാണെങ്കിൽ കരയിൽ മരിച്ചിരിക്കുന്നു. എന്നാൽ മുത്തശ്ശന്റെ ആത്മാവാണ് ഇപ്പോൾ കിങ്ങിനടുത്തെത്തിയിരിക്കുന്നതും. അക്കാര്യം കിങ്ങിന് മനസ്സിലായി. ആ ഒരു സങ്കടത്തിൽ ബോട്ടിലേക്ക് കയറുകയായിരുന്നു കിങ്. എന്നാൽ അതേസമയം തന്നെ മുത്തശ്ശൻ കൊടുത്ത ഒരു റാന്തലാണെങ്കിൽ താഴെ വീണ് പൊട്ടിയിരുന്നല്ലോ. ആ റാന്തലിനുള്ളിലായിട്ട് ഒരു പേപ്പർ കഷ്ണം ഉണ്ടായിരുന്നു. ആ പേപ്പറിനുള്ളിലായിട്ട് ആരും അറിയാത്ത ഒരു രഹസ്യമായിരുന്നു എഴുതി സൂക്ഷിച്ചു വെച്ചിരുന്നതും. 1982 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബോസിന്റെയും സോളമന്റെയും കഥ പറഞ്ഞല്ലോ. ആ നാട്ടിലെ തലവനായിട്ടുള്ള സോളമൻ ആ നാട്ടിൽ ഒരുപാട് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത സോളമൻ. എന്നാൽ ഈ ബോസ് ആണെങ്കിലോ തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് കടലിൽ സ്വർണം എടുക്കാൻ പോകുന്ന സമയം ഗ്രാമവാസികളെയും കൊണ്ടുപോകും. ഗ്രാമവാസികളെ കണ്ട് സ്വർണം എടുപ്പിച്ചിട്ട് തിരികെ വരുമ്പോൾ അവരെ കൊന്നു കളയുകയാണല്ലോ ചെയ്തത്. ആ കാര്യമാണല്ലോ എല്ലാവരും അറിഞ്ഞത്. എന്നാൽ അതല്ല സത്യം. യഥാർത്ഥ വില്ലൻ ആരെന്നാൽ സോളമൻ തന്നെയാണ്. സോളമനാണ് കടലിൽ പോയി സ്വർണം എടുക്കുന്നതും. എന്നാൽ ഈ സോളമൻ നേരിട്ട് പോയി സ്വർണം എടുക്കത്തില്ല. കൂടെ ഒരാളിനെ കൊണ്ടുപോകും. അയാളെ കൊണ്ടാണ് സ്വർണം എടുപ്പിക്കുന്നതും. തിരികെ വരാറാകുന്ന സമയത്ത് ഈ സോളമൻ കൂടെയുള്ള കൂട്ടാളിയെ കൊന്നു കളഞ്ഞിട്ട് സ്വർണം സ്വന്തമാക്കും. അങ്ങനെയാണ് കടലിൽ പോയി തിരികെ വരുന്ന ഓരോരുത്തരും മരണപ്പെടുന്നതും. കടലിൽ പോകുന്ന മിക്ക ആളുകളും മരണപ്പെടാൻ തുടങ്ങിയതോടുകൂടി കടലിൽ പോകുവാനായിട്ട് ഗ്രാമത്തിലുള്ള മറ്റുള്ള ജനങ്ങളും മടിക്കുവാനായും തുടങ്ങി. അതോടുകൂടിയാണ് സോളമനാണെങ്കിൽ ബോസിനടുത്തേക്ക് എത്തിയതും. ബോസിനടുത്ത് അന്തോണി എന്നൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തതും. അന്തോണി പോയി സ്വർണം എടുത്തിട്ട് വരുന്ന വഴിയിലാണ് അന്തോണിയും സോളമൻ കൊന്നു കളഞ്ഞതും. സോളമന്റെ ഈ കള്ളത്തരങ്ങളെല്ലാം ബോസ് കണ്ടുപിടിച്ചു. ആ ഒരു കാര്യം പുറത്തു വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് സോളമനും ബോസിനെ കൊന്നു കളഞ്ഞതും ബോസാണ് ഇതിന് പിന്നിലെല്ലാമെന്ന് ജനങ്ങളുടെ ഇടയിൽ വരുത്തി തീർത്തതും.
അങ്ങനെയാണ് ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ബോസിനെ കൊന്നതും ശവപ്പെട്ടിയിലാക്കി അവിടെ അടക്കം ചെയ്തതും. ഈ കാര്യങ്ങളെല്ലാമാണ് മുത്തശ്ശനാണെങ്കിൽ ഒരു പേപ്പറിലാക്കി എഴുതി ആ ഒരു റാന്തലിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. എന്തുകൊണ്ടായിരിക്കാം മുത്തശ്ശൻ ഇങ്ങനെ റാന്തലിനുള്ളിൽ എഴുതി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? മുത്തശ്ശൻ ഇത് നാട്ടുകാരോട് പറഞ്ഞൂടെ എന്നൊരു ചോദ്യം വരും. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ ഈ സോളമൻ യഥാർത്ഥത്തിൽ മുത്തശ്ശന്റെ അച്ഛനാണ്. അതുകൊണ്ടാണ് മുത്തശ്ശൻ ആ കാര്യം തുറന്നു പറയുവാനായും പറ്റാതായി പോയതും. ഈ സത്യങ്ങളെല്ലാം ഇപ്പോൾ കിങ്ങിന് മനസ്സിലായിട്ടുണ്ടല്ലോ. ആ പ്രേതങ്ങളെല്ലാം കിങ്ങിനെയൊക്കെ ശല്യം ചെയ്യുമെങ്കിലും ശാരീരികമായി യാതൊരുവിധ ഉപദ്രവവും അവർ ഉണ്ടാക്കുന്നില്ല. അതിനു പിന്നിലും രക്തബന്ധ സംബന്ധമായിട്ടുള്ള ഒരു കഥയുമുണ്ട്. അത് വഴിയേ മനസ്സിലാകും. അതേസമയം കിങ് ഒരു കാര്യം ചിന്തിക്കും. കടലിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും ഗ്രാമത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും എല്ലാം മാറി ഗ്രാമവാസികൾക്ക് കടലിലേക്ക് മീൻ പിടിക്കുവാനായി പോകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. കടലിനുള്ളിലുള്ള ആ ഒരു ശവപ്പെട്ടി കണ്ടെത്തണം. എന്നിട്ട് ആൾവാസമില്ലാത്ത ഒരു ദ്വീപിൽ കൊണ്ടുപോയി അടക്കം ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നമെല്ലാം മാറുമെന്നും കിങ്ങിന് മനസ്സിലായി. അങ്ങനെ കിങ്ങും കൂട്ടരും ആ ഒരു ശവപ്പെട്ടി കണ്ടെത്തുവാനായും തീരുമാനിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു ബോട്ടിലുണ്ടായിരുന്ന തോമസിന് ബോധം വന്നതും. തോമസ് ആണെങ്കിൽ കിങ്ങുമായിട്ട് പ്രശ്നമുണ്ടാകുവാനായി ആരംഭിച്ചു. അപ്പോഴാണ് ഒരു സത്യവും പുറത്താകുന്നത്. എന്തെന്നാൽ ഈ സോളമനൊപ്പം എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന ഒരു തൊഴിലാളിയായിരുന്നു ഈ തോമസും. സോളമൻ ബോസിനെ കൊല്ലുന്ന സമയത്തും തോമസ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാര്യം പുറത്ത് ആരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തോമസ് ആണെങ്കിൽ 10% ഷെയർ ആവശ്യപ്പെട്ടു. പക്ഷേ അത് കൊടുക്കുവാനായിട്ട് സോളമൻ തയ്യാറായില്ല. എന്നാൽ ആ കാര്യത്തെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ തർക്കമായി. തോമസ് ആണെങ്കിൽ സോളമനെ അങ്ങ് കൊന്നുകളഞ്ഞു. ബോസിനെ കിടത്തിയിരിക്കുന്ന അതേ ശവപ്പെട്ടിയിൽ തന്നെയാണ് സോളമനെയും തോമസ് കിടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ ശവപ്പെട്ടിയിലുള്ളത് രണ്ടുപേരുടെ ശവശരീരമാണ്, ബോസിന്റെയും സോളമന്റെയും. അതുകൊണ്ട് തന്നെയാണ് ആ വന്ന പ്രേതങ്ങളൊന്നും കിങ്ങിനെ ശല്യം ചെയ്യാത്തതും. കാരണം സോളമനുമായിട്ട് കിങ്ങിന് രക്തബന്ധമുണ്ടല്ലോ. അതേസമയം തന്നെയായിരുന്നു ആ പ്രേതങ്ങളെല്ലാം കൂടി തോമസിനെ അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തി കളയുന്നതും. എന്നാൽ കിങ്ങിനാണെങ്കിൽ ആ ഒരു ശവപ്പെട്ടി എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്ന വാശിയാണല്ലോ. അവർ ആ കടലിൽ മുഴുവൻ അന്വേഷിക്കുവാനായും തുടങ്ങി. അതേസമയം തന്നെയായിരുന്നു സോളമന്റെ പ്രേതം കിങ്ങിന് മുന്നിലേക്ക് വന്നതും. എന്നിട്ട് സോളമൻ ആണെങ്കിൽ കിങ്ങിനോട് പറയും, എന്റെ അനന്തരാവകാശിയെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്വർണം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇനി നിനക്കുള്ളതാണെന്നും കിങ്ങിനോട് പറയുന്നു. അത് കേട്ട് കിങ് പറയുന്നത്, ഈ ഒരു സ്വർണമൊന്നും എനിക്ക് വേണ്ട. ഒരുപാട് പേരുടെ ജീവൻ പോയ സ്വർണമല്ലേ അത്. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട. നിങ്ങളെ ഞാൻ നശിപ്പിക്കുവാനായിട്ടാണ് എത്തിയിരിക്കുന്നതെന്ന് കിങ് ആണെങ്കിൽ സോളമന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ആ ഒരു ശവപ്പെട്ടി അവർ കണ്ടെത്തുകയാണ്. കിങ് ശവപ്പെട്ടിയിൽ തൊട്ട ഉടനെ തന്നെ അവിടുന്ന് പ്രേതങ്ങളെല്ലാം അപ്രത്യക്ഷമായി. അവർ ആ ശവപ്പെട്ടി കൊണ്ടുവന്ന് ഒരു ദ്വീപിൽ കൊണ്ടുവന്ന് അടക്കവും ചെയ്ത് കടലിൽ നിന്ന് മീൻ പിടിച്ചാണ് നേരെ കരയിലേക്ക് എത്തിയതും. മീൻ പിടിച്ചിട്ട് തിരികെ വരുന്ന കിങ്ങിനെയും കൂട്ടരെയും കണ്ടതും ഗ്രാമവാസികൾക്ക് ഒരുപാട് സന്തോഷമായി. ഇനിയപ്പോൾ കടലിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. പഴയതുപോലെ തന്നെ കടലിൽ പോയി മീൻ പിടിച്ച് നല്ല രീതിക്ക് ജീവിക്കാമെന്ന സന്തോഷവും സമാധാനവും അവർക്കുണ്ടാവുകയാണ്. കിങ്ങിന്റെ ആ ഒരു പ്രവൃത്തിയിലൂടെയാണല്ലോ ഗ്രാമവാസികൾക്ക് വീണ്ടും അവരുടെ സന്തോഷവും സമാധാനവും എല്ലാം തിരികെ വന്നതും. അങ്ങനെ ഗ്രാമവാസികളെല്ലാം പഴയതുപോലെ കടലിൽ പോയി മീൻ പിടിച്ച് സന്തോഷമായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.